നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ കുരുമുളക് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീസൺ മുന്നിൽ കണ്ട് കുരുമുളകിനെ തളർത്താൻ അന്തർ സംസ്ഥാന വ്യാപാരികളുടെ സംഘടിത നീക്കം. നാടൻ മുളകിന് ഉത്തരേന്ത്യയിലെ ക്ഷാമം വിട്ടുമാറിയില്ല. കാർഷിക ഉൽപ്പന്ന വിപണികൾ പുതിയ വാങ്ങലുകാരുടെ വരവിനായി ഉറ്റുനോക്കുന്നു. ഉത്സവ ദിനങ്ങൾ കഴിഞ്ഞതോടെ ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വാങ്ങലുകാർ സംഘടിതരായി രംഗത്ത് നിന്ന് പിൻവലിഞ്ഞത് ഉൽപ്പന്ന വിലകളെ ബാധിച്ചു. ചുരുങ്ങിയ ദിവസങ്ങളിൽ കുരുമുളക് രൂക്ഷമായ വിലയിടിവിനെ അഭിമുഖീകരിച്ചു. കുരുമുളക് വിപണിയിൽ സമ്മർദ്ദം. കുരുമുളക് ശേഖരിക്കുന്നതിൽ ഉത്തരേന്ത്യൻ വ്യാപാരികൾ വരുത്തിയ നിയന്ത്രണങ്ങൾ വിപണിയെ സമ്മർദ്ദത്തിലാക്കി. പെടുന്നനെ അനുഭവപ്പെട്ട തളർച്ച കണ്ട് കർഷകരും മധ്യവർത്തികളും ചരക്ക് നീക്കത്തിലും കുറവ് വരുത്തി. സീസണും അടുത്തതാണ് അന്തർ സംസ്ഥാന വാങ്ങലുകാരെ രംഗത്ത് നിന്നും പിന്തിരിപ്പിച്ചത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം ഇക്കുറി വിളവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ചുരുങ്ങുമെന്ന നിഗമനത്തിൽ കർഷകർ കരുതലോടെയാണ് നീക്കങ്ങൾ നടത്തുന്നത്. ഉത്തരേന്ത്യയിൽ ഉത്സവ സീസൺ കഴിഞ്ഞതിനാൽ വൻ വിലയ്ക്ക് മുളക് ശേഖരിച്ചാൽ തിരിച്ചടിയാവുമെന്നാണ് വാങ്ങലുകാരുടെ പക്ഷം. എന്നാൽ നാടൻ മുളക് ക്ഷാമത്തിനിടയിൽ ബ്രസീലിയൻ കുരുമുളക് ഇറക്കുമതിക്ക് വ്യവസായികൾ ശ്രമം നടത്തുന്നുണ്ട്. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് വില ക്വിൻ്റലിന് 70,000 രൂപ, രാജ്യാന്തര വില ടണ്ണിന് $850. ഇതാണ് ഇന്നത്തെ ന്യൂസ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.